ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സെഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ ഫാറ്റ് ലോസ് ജേണിയിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ ഒരേ രീതിയിലുള്ള വർക്കൗട്ടോ അല്ലെങ്കിൽ ഡയറ്റോ മാത്രം ഫോളോ ചെയ്തുകൊണ്ട് കാര്യമില്ല. മിക്ക ആളുകളും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ മെസ്സേജ് അയക്കുന്നത് നോക്കുകയാണെങ്കിൽ അവർ നമ്മൾ ഡയറ്റിലൊക്കെ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ, ഓയിൽ, ഷുഗർ, കാർബ് കട്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ഇതൊക്കെ മാത്രം നന്നായിട്ട് ശ്രദ്ധിക്കും. ഒരു നോർമലി ഏതെങ്കിലും ഒരു വർക്കൗട്ട്, കൂടുതലും കാർഡിയോ വർക്കൗട്ടായിരിക്കും, ചെയ്തു പോവുകയും ചെയ്യും. പക്ഷേ റിസൾട്ട് വരാൻ ലേറ്റ് ആവുന്നു, സ്റ്റക്ക് ആവുന്നു, വൈകുന്നു, പല കാര്യങ്ങൾ കൊണ്ടുണ്ട്. നമ്മളിപ്പോൾ ഫാറ്റ് ലോസിനൊക്കെ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ചെറിയൊരു ധാരണ കൂടി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കൂടുതൽ ആളുകൾക്കും ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് തന്നെയാണ് അവർ അത്രയും കഷ്ടപ്പെട്ടിട്ടും പെട്ടെന്നൊരു റിസൾട്ടിലേക്കൊന്നും എത്തിച്ചേരാൻ സാധിക്കാത്തതും സ്റ്റക്കായി പോകുന്നതും നിർത്തി വെക്കേണ്ടി വരുന്നതും ഒക്കെ. അപ്പോൾ നമ്മൾ ഫാറ്റ് ലോസൊക്കെ ഫോക്കസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ബോഡിക്ക് നമ്മൾ ഒരേ തരത്തിലുള്ള വർക്കൗട്ട് മാത്രം കൊടുത്താൽ പോരാ. കാർഡിയോ സെക്ഷൻ കൊടുക്കണം, സ്ട്രെങ്തനിങ് കൊടുക്കണം, വെയിറ്റ് ട്രെയിനിങ് കൊടുക്കണം. ഇങ്ങനെയുള്ള എല്ലാത്തിലൂടെയും നിങ്ങൾ കടന്നു പോകണം. എന്നും നമ്മൾ ഒരേ രീതിയിൽ ഇപ്പോൾ ഒരേ കാർഡിയോ തന്നെ ചെയ്തു പോയതുകൊണ്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് സംഭവിക്കാത്തത്. നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റ് പെർസെൻറ്റേജ് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോയേ പറ്റൂ. ഡയറ്റിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് വേണം നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട്. ഒരു മെയിൻ്റനൻസ് കാലറിയൊക്കെ അറിഞ്ഞുകൊണ്ട്, അതായത് ഓരോ ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം ഈ ഫുഡിനെക്കുറിച്ച്. അത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ മിക്ക ദിവസങ്ങളിലും കഴിക്കാൻ സാധ്യതയുള്ളതും അല്ലെങ്കിൽ കഴിക്കുന്നതുമായിട്ടുള്ള ഫുഡുകൾ എടുത്തിട്ട് ഏകദേശം ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഓരോ ഫുഡിൻ്റെയും കലോറിയും അല്ലെങ്കിൽ അതിലടങ്ങിയിട്ടുള്ള പ്രോട്ടീനും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കലോറി കാൽക്കുലേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഏതൊക്കെ ഫുഡ് കഴിക്കണം, ഞാൻ ഇന്ന് എത്ര കലോറി ഉണ്ടാക്കി, ഇതൊക്കെ ഒരു മനസ്സിലൊരു നമ്മളൊരു ഐഡിയ ഉണ്ടാവും. അങ്ങനെ പോയെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ഒരു കൃത്യമായ റിസൾട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് വരുന്ന വളരെ ചെറിയ ഏതെങ്കിലും ഒരു ഫുഡ് പോലും നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ കലോറിയും ഫാറ്റൊക്കെ അടങ്ങിയിട്ടുണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കാതെ വിടുമ്പോൾ നമ്മൾ കണ്ടില്ല, ആ ഒരു കൺട്രോളിൽ വന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് അത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കൂടുതൽ ആളുകൾക്കും ജിമ്മിലൊന്നും പോയി വർക്കൗട്ട് ചെയ്യാൻ സാധിക്കാറില്ല. ശരിയാണ്. കാരണം ടൈമില്ലായ്മ ഉണ്ടാവും, ഫിനാൻഷ്യലിയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്തായാലും നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു ആളുകൾ വെയിറ്റ് ട്രെയിനിങ്, നമ്മളെ ബോഡി വെയിറ്റ് ഉപയോഗിച്ചിട്ടുള്ള വെയിറ്റ് ട്രെയിനിങ്, അതേപോലെ സ്ട്രെങ്തനിങ് വർക്കൗട്ട്, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. അല്ലെങ്കിൽ നല്ല വീഡിയോസ് നോക്കിയിട്ടോ അറിയുന്ന ആളുകളോട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടോ ഒക്കെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് അങ്ങനെയുള്ള വർക്കൗട്ട് കൂടി പ്രാക്ടീസ് ചെയ്യുക. ഇനിയിപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നോക്കിയിട്ട് നിങ്ങളുടെ വർക്കൗട്ടിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇത് നമ്മൾ ബോഡി വെയിറ്റ് തന്നെ ഉപയോഗിച്ചിട്ട് വളരെ അത്ര റിസ്ക് ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്തു പോകാൻ പറ്റിയിട്ടുള്ള ഒരു വെയിറ്റ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് വർക്കൗട്ടാണ്. ഇപ്പോൾ വെയിറ്റ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കൗട്ട് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പുള്ളപ്പ് അല്ലെങ്കിൽ പുഷപ്സ്, സ്ക്വാട്ട്സ് ചെയ്യുന്നത്, ഇതൊക്കെ വെയിറ്റ് ട്രെയിനിങ്ങിൽ വരുന്ന വർക്കൗട്ട് തന്നെയാണ്. നമ്മളെ ബോഡി വെയിറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് വെയിറ്റ് ട്രെയിനിങ്ങിന് ഒരു ഭാഗമായിട്ടുള്ള വർക്കൗട്ടുകളാണ് ഇതെന്ന് പറയുമ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ള വർക്കൗട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് സിമ്പിളായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് വെയിറ്റ് ട്രെയിനിങ് വർക്കൗട്ടാണ് നമ്മൾ ചെയ്തു പോകുന്നത്. ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ ഫുൾ ബോഡിയെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു സ്ട്രെങ്ത്ത് കിട്ടുന്നുണ്ട്. പല ആളുകൾക്കും പല വർക്കൗട്ടും ചെയ്യാൻ സാധിക്കാറില്ല. ഒരു വേണ്ടത്ര കൈക്കും അല്ലെങ്കിൽ ബോഡിക്കും ആപ്സിനൊന്നും ഒരു ബലമില്ലാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ അതിനുള്ള രീതിയിലുള്ള വർക്കൗട്ട് ചെയ്ത് തുടങ്ങണം. ഒറ്റയടിക്ക് പോയിട്ട് നമ്മൾ മലമറിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഫാറ്റ് ലോസിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് റിസ്ക്കാണ്. അത്രയും കറക്റ്റായിട്ട് നമ്മൾ പോയാൽ മാത്രമേ ഒരു കൃത്യമായ റിസൾട്ടിലേക്കൊക്കെ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. രണ്ട് ഓപ്ഷൻ പറയാം. ഒന്നുകിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യുക, മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ നിങ്ങളൊരു നല്ലൊരു ട്രെയിനറുടെ കീഴിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതാണ് ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ. അപ്പോൾ അതിന് പറ്റാത്തവരാണെങ്കിലാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ഒന്നും മനസ്സിലാക്കാതെ പണ്ടാരോ പറഞ്ഞതുപോലെ ഭക്ഷണത്തിൽ ഒരു ഡയറ്റ് വർക്കൗട്ട് ഇതുകൊണ്ട് മാത്രം ഒരു റിസൾട്ട് വരില്ല. ഓരോ കാര്യങ്ങളും എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മുന്നോട്ട് പോകുമ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ടേക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഡയറ്റിനെ കുറിച്ചൊന്നും ഒരു ധാരണ ഇല്ലാത്ത ആളുകളാണെങ്കിലും അല്ലെങ്കിൽ കൃത്യമായിട്ട് വർക്കൗട്ട് ഫോളോ ചെയ്യാൻ പറ്റാത്ത ആളുകളാണെങ്കിലും സ്വന്തമായിട്ട് നമുക്കൊരു ഡയറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടൊരു വർക്കൗട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് വളരെ അടുത്ത ദിവസം തന്നെ അത് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. കൃത്യമായിട്ട് ആരുടെയും സഹായമില്ലാതെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരു ഡയറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാമെന്നും ഏതൊക്കെ വർക്കൗട്ടുകൾ നിങ്ങൾ ഏതൊക്കെ ദിവസം ചെയ്യണമെന്നും കറക്റ്റായിട്ടുള്ള രീതി, അല്ലെങ്കിൽ ദിവസവും നിങ്ങൾ ചെയ്യേണ്ട വർക്കൗട്ടുകളുടെ ആ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ കോഴ്സുകൾ അതിൽ ഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. ആ കാര്യം ഞാനത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്, ഞാൻ അറിയിക്കാം. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ ഓരോ വീഡിയോയിലും നമുക്ക് പറഞ്ഞു പോവാം. അപ്പോൾ നിങ്ങളുടെ ഡെയിലി വർക്കൗട്ടിൽ ഇതുപോലുള്ള കാര്യങ്ങളും കൂടി ആഡ് ചെയ്തോളാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സെഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫുൾ ബോഡി സ്ട്രെങ്തനിങ് പ്ലസ് വെയിറ്റ് ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് വർക്കൗട്ടാണ് നമ്മൾ ചെയ്തു പോകുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെയിം നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു 2-3 തവണയൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടൊക്കെ ദിവസങ്ങളിൽ ചെയ്യാവുന്നതാണ്. വീക്കിലി നിങ്ങൾ ചെയ്യുന്ന വർക്കൗട്ടിൽ ഈ കാര്യങ്ങളും കൂടി ആഡ് ചെയ്തോളാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇതൊരു ടൈമറൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ കൗണ്ട് ചെയ്തുകൊണ്ട് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് ചെയ്തോളാം. റെഡി?
ഇന്ന് നമ്മൾ ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മിക്സഡാണ്, പക്ഷേ ഫുൾ ബോഡിക്ക് എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഇതിലിപ്പോൾ ഒരു സ്ട്രെങ്തനിങ് രീതി വന്നിട്ടുണ്ട്, വെയിറ്റ് ട്രെയിനിങ്ങിൻ്റെ ഒരു രീതി വന്നിട്ടുണ്ട്, ബോഡി വെയിറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കൂടുതൽ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഡംബൽസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വെയിറ്റ് ട്രെയിനിങ്ങിന് ഒരുപാട് വർക്കൗട്ട് നമുക്ക് ചെയ്യാനുണ്ട്, വഴിയേ ചെയ്യാം. ബിഗിനറായിട്ട് വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളിന്ന് ചെയ്തു പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 1-2 ദിവസം കൊണ്ട് ഒട്ടും ആവാത്ത ആളുകളാണെങ്കിൽ ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമുക്കിപ്പോൾ പുള്ളപ്സ് ചെയ്യാം, ഡംബൽ ഉപയോഗിച്ചിട്ട് തന്നെ ഒരുപാട് വർക്കൗട്ട്സ് നമുക്ക് ഈ രീതിയിൽ നമുക്ക് ചെയ്തു പോകാൻ പറ്റും. അങ്ങനെയൊക്കെ ഉണ്ട്, അറിയുന്നവരൊക്കെ ആ രീതി ചെയ്ത് പോയിക്കോളുക. എന്നിരുന്നാലും ഒന്നും അറിയാത്തവരും അല്ലെങ്കിൽ ഏകദേശം നിങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ടും അല്ലാതെയൊക്കെ വർക്കൗട്ട് ചെയ്തു പോകുന്ന കുറേ ആളുകളുണ്ട്. അവർക്കൊക്കെ യൂസ്ഫുൾ ആകുന്ന രീതിയിലാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള കുറച്ച് വർക്കൗട്ട്സ് കൂടി നിങ്ങൾ ഉൾപ്പെടുത്തണം. എന്നാലാണ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെയുള്ള നിങ്ങൾക്കൊരു പെട്ടെന്നുള്ളൊരു റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ശരിയായിട്ടുള്ളൊരു വേ എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്നതാണ്. ഫുഡ് പ്രോട്ടീൻ റിച്ച് ആയിരിക്കണം, ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കണം, വൈറ്റമിൻ്റെ ഒരു കുറവുണ്ടാകാൻ പാടില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളൊരു കാലറി ഡെഫിസിറ്റ് ഡയറ്റിലേക്കാണ് പോകുന്നതും. പിന്നെ നമ്മൾ ഫാറ്റ് ലോസ് അല്ലെങ്കിൽ ഒരു വെയിറ്റ് കുറയ്ക്കുന്ന രീതി മാത്രമായിട്ട് കാണുകയും ചെയ്യരുത്. കാരണം ഈ വെയിറ്റ് കുറഞ്ഞാലും ഈ ശരീരം നമുക്ക് നാളെ ആവശ്യമുള്ളതാണല്ലോ. അതുകൊണ്ട് കൃത്യമായിട്ട് ഒരു രീതി തന്നെ പോകുന്നതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കണം എന്നുള്ള ആഗ്രഹം കയറിയിട്ട് ഏതെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങി കഴിച്ചത് കൊണ്ടോ പട്ടിണി കിടന്നുകൊണ്ടോ ഒക്കെ ചെയ്യുന്നത് പിന്നീടുള്ള ആരോഗ്യത്തിന് അത് പ്രതികൂലമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളുക. ചെറിയ രീതിയിലുള്ളൊരു മെനക്കേടൊക്കെ നമുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമേ ഉള്ളൂ. വലിയ സംഭവമൊന്നുമല്ല ഇതെന്ന് പറയുമ്പോൾ. നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഓരോ ഫുഡിൻ്റെയും ആ കലോറിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കി മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളെ ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസിന് ചെയ്യാനുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ്റെ കാര്യമൊക്കെ അടുത്ത ദിവസം അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ.